വെൽക്കം ടു N20 ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യദിന ക്വിസിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക. കൂടുതൽ സമയം വൈകിക്കാതെ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യ ചോദ്യത്തിലേക്ക് കടക്കാം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഏത് തീയതിയാണ് ആഘോഷിക്കുന്നത്? ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഏത് തീയതിയാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 1947 ഓഗസ്റ്റ് 15. 1947 ഓഗസ്റ്റ് 15. അടുത്ത ചോദ്യം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരിയാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി. അടുത്ത ചോദ്യം, 1947 ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? 1947 ഇന്ത്യയുടെ വൈസ്രോയ് ആരായിരുന്നു? ഉത്തരം ലോർഡ് മൗണ്ട് ബാറ്റൻ. 1947 ഇന്ത്യയുടെ വൈസ്രോയ് ലോർഡ് മൗണ്ട് ബാറ്റൻ ആണ്. അടുത്ത ചോദ്യം, 1947 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിൽ എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നു? 1947 സ്വാതന്ത്ര്യം നേടുമ്പോൾ ഇന്ത്യയിൽ എത്ര പ്രവിശ്യകൾ ഉണ്ടായിരുന്നു? ഉത്തരം 14 പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. അടുത്ത ചോദ്യം, 1947 ഇന്ത്യയിൽ വിഭജനം സംഭവിച്ചത് ഏത് രണ്ട് രാജ്യങ്ങളായി? ഉത്തരം ഇന്ത്യയും പാകിസ്ഥാനും. ആ രണ്ട് രാജ്യങ്ങളാണ് ഇന്ത്യയും പാകിസ്ഥാനും. അടുത്ത ചോദ്യം, ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം എത്ര സെക്കൻഡാണ്? ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം എത്ര സെക്കൻഡാണ്? ഉത്തരം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിൻ്റെ ദൈർഘ്യം ഏകദേശം 52 സെക്കൻഡാണ്. അടുത്ത ചോദ്യം, ദേശീയ വൃക്ഷം ഏത്? ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏത്? ഉത്തരം ആൽമരം ആണ്. ആൽമരമാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ്? ഉത്തരം ഡോൾഫിൻ. ഡോൾഫിനാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി. 1857 വിപ്ലവം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? 1857 വിപ്ലവം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയുടെ ആദ്യ സ്വാതന്ത്ര്യ സമരം. 1857 വിപ്ലവത്തിന്റെ നായകൻ ആരായിരുന്നു? 1857 വിപ്ലവത്തിന്റെ നായകൻ ആരായിരുന്നു? ഉത്തരം മംഗൾ പാണ്ഡെ. 1857 വിപ്ലവത്തിന്റെ നായകൻ മംഗൾ പാണ്ഡെ ആയിരുന്നു. അടുത്ത ചോദ്യം, 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരാണ് പ്രഖ്യാപിച്ചത്? 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരാണ് പ്രഖ്യാപിച്ചത്? ഉത്തരം മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയാണ് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആരംഭ സ്ഥലം? 1930 ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ആരംഭ സ്ഥലം? ഉത്തരം സബർമതി ആശ്രമം. ആരംഭ സ്ഥലമാണ് സബർമതി ആശ്രമം. അടുത്ത ചോദ്യം, ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അവസാന സ്ഥലം ഏത്? ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ അവസാന സ്ഥലം ഏത്?
ഉത്തരം ദണ്ഡി. ഉപ്പു സത്യാഗ്രഹത്തിന്റെ അവസാന സ്ഥലമാണ് ദണ്ഡി. അടുത്ത ചോദ്യം, സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഏതു വർഷം? സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഏതു വർഷം? ഉത്തരം 1928. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. സൈമൺ കമ്മീഷനെതിരെ വിളിച്ച മുദ്രാവാക്യം എന്ത്? സൈമൺ കമ്മീഷനെതിരെ വിളിച്ച മുദ്രാവാക്യം എന്ത്? ഉത്തരം സൈമൺ ഗോ ബാക്ക്. സൈമൺ കമ്മീഷനെതിരെ വിളിച്ച മുദ്രാവാക്യമാണ് സൈമൺ ഗോ ബാക്ക്. അടുത്ത ചോദ്യം, 1929 കോൺഗ്രസ് സമ്മേളനത്തിൽ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ചത് എവിടെ? ഉത്തരം ലാഹോറിലാണ്. ഉത്തരം ലാഹോർ. അടുത്ത ചോദ്യം, 1929 ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? 1929 ലാഹോർ സമ്മേളനത്തിൽ കോൺഗ്രസ് പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ജവഹർലാൽ നെഹ്റു ആയിരുന്നു ആ സമ്മേളനത്തിലെ കോൺഗ്രസ് പ്രസിഡന്റ്. ഉത്തരം ജവഹർലാൽ നെഹ്റു. അടുത്ത ചോദ്യം, ഇൻക്വിലാബ് സിന്ദാബാദ് മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? ഉത്തരം ഭഗത് സിംഗ്. ഇൻക്വിലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഭഗത് സിംഗ് ആണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സേന ഏത്? നേതാജിയായ സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സേന ഏത്? ഉത്തരം ഇന്ത്യൻ നാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസ് നിർമ്മിച്ച സേനയാണ് ഇന്ത്യൻ നാഷണൽ ആർമി. അടുത്ത ചോദ്യം, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏത്? ഉത്തരം 1919. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. അടുത്ത ചോദ്യം, ദി ഹിന്ദു പത്രം ആരംഭിച്ച വർഷം ഏത്? ദി ഹിന്ദു പത്രം ആരംഭിച്ച വർഷം ഏത്? ഉത്തരം 1878. 1878 ദി ഹിന്ദു എന്ന പത്രം സ്ഥാപിച്ചത്. 1920 ആരംഭിച്ച അസഹകരണ പ്രസ്ഥാനം ആരാണ് നയിച്ചത്? ഉത്തരം മഹാത്മാ ഗാന്ധി. ആ പ്രസ്ഥാനം നയിച്ചത് മഹാത്മാ ഗാന്ധി ആയിരുന്നു. അടുത്ത ചോദ്യം, 1887 വിപ്ലവത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് ആരാണ്? 1887 വിപ്ലവത്തിൽ പങ്കെടുത്ത വനിതാ നേതാവ് ആരാണ്? ഉത്തരം ഝാൻസി റാണി ലക്ഷ്മിബായി. ഝാൻസി റാണി ലക്ഷ്മിബായി. ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചത് ആരാണ്? ആസാദ് ഹിന്ദ് ഫൗജ് രൂപീകരിച്ചത് ആരാണ്? ഉത്തരം നേതാജിയായ സുഭാഷ് ചന്ദ്രബോസ്. ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ INA പിടിച്ച വർഷം ഏത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ INA പിടിച്ച വർഷം ഏത്? ഉത്തരം 1943. 1943 ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ INA പിടിച്ചടക്കിയത്. അടുത്ത ചോദ്യം, സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത്? ഉത്തരം പോർട്ട് ബ്ലെയർ. പോർട്ട് ബ്ലെയറിലാണ് സെല്ലുലാർ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 1946 റോയൽ ഇന്ത്യൻ നേവി വിപ്ലവം നടന്നത് ഏത് നഗരത്തിലാണ്? ഉത്തരം മുംബൈ. അതിൻ്റെ ഉത്തരമാണ് മുംബൈ. അടുത്ത ചോദ്യം, രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ നിർമ്മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. അതിൻ്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്തവർ ഉടൻ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക.